Down by the water, under the willow, sits a lone ranger minding the willow. He and his wife once lived happily, planted a seed that grew through the reeds. Summers and winters, through snowy Decembers, sat by the water, close to the embers, missing out the lives that they once had before. I wouldn't leave you, I would hold you when the last day comes. What if you need me? Won't you hold me on the last day, our last day? Mr. and Mrs. dreamed of a willow, carving their names into the willow. If he had spoken, love would return, spoken inside, too soft to be heard. Summers and winters, through snowy Decembers, sat by the water, remembering embers, missing out the lives that they once had before. I wouldn't leave you, I would hold you when the last day comes. What if you need me? Won't you hold me on the last day, our last day? പരിശുദ്ധാത്മാവേ നീ എഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ. ദിവ്യദാനങ്ങൾ ചിന്തി എന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. സ്വർഗ്ഗവാതിൽ തുറന്നു ഭൂമിയിൽ നിർഗളിക്കും പ്രകാശമേ. സ്വർഗ്ഗവാതിൽ തുറന്നു ഭൂമിയിൽ നിർഗളിക്കും പ്രകാശമേ. അന്ധകാരവിരിപ്പു മാറ്റിടും ചന്തമേറുന്ന ദീപമേ. എഴുവാത്മാവിലാശ വീശുന്ന മോഹന ദിവ്യദാനമേ. പരിശുദ്ധാത്മാവേ നീ എഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ. ദിവ്യദാനങ്ങൾ ചിന്തി എന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. ഞങ്ങളുടെ ആഹാരം ഞങ്ങൾ തരണമേ. ഞങ്ങളോട് ചെയ്തവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ
ദൈവത്തിന് സ്തുതി. ദൈവങ്ങളിൽ ദൈവത്തിന് സ്തുതി. ദൈവത്തിന് സ്തുതി. ഭൂമിയിലും ശബ്ദസ്വാഭാവത്തെ ആശ്രയപ്പോഴും നയിക്കും. സുഖസ്നായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടപ്പാടുകളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ പ്രലോഭനത്തിൽ വീഴാനിടയാകരുത്. ഞങ്ങളെ രക്ഷിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമത്താൽ സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മനുഷ്യരും ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ആദിയിൽ മനുഷ്യനെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിക്കുകയും സ്നേഹകൂട്ടായ്മയിലും മനുഷ്യവംശത്തിന്റെ നിരന്തരമായവരെ തമ്മിൽ യോജിപ്പിക്കുകയും ചെയ്ത അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു. പൂർവ്വപിതാവായ സഹാക്കിനെയും അവന്റെ ജീവിത പങ്കാളിയാക്കുവാൻ തിരഞ്ഞെടുത്ത റെബെക്കയെയും അനുഗ്രഹിച്ച കർത്താവേ, വിവാഹവാഗ്ദാനത്തിനായി മുമ്പിൽ കാണിച്ചിരിക്കുന്ന ഈ ദാസരെ ജോഷുവയെയും ബ്ലസ്സിയെയും സ്വതന്ത്ര മനസ്സോടും തികഞ്ഞ സന്തോഷത്തോടും കൂടെ വിവാഹ വാഗ്ദാനം നടത്തുവാൻ അനുഗ്രഹിക്കണമേ. പിതാവും പരിശുദ്ധാത്മാവുമായ സർവേശ്വരനായ എന്നേക്കും ആമേൻ. കർത്താവ് നിങ്ങളെ അനുഭവിച്ചറിയും ഇസ്ഹാക്കിന്റെ ഭാര്യയെ നിർത്തുവാൻ വഴിയൊരുക്കിയ കർത്താവേ, വിവാഹ വാഗ്ദാനത്തിനായി ഈ ദാസരെ അനുഗ്രഹിക്കണമേ. കർത്താവിൽ ആശ്രയിക്കുന്നവരെല്ലാം ഭാഗ്യവാന്മാരാകുന്നു. ദരിദ്രരാകാം വിശന്നമായ കർത്താവിനെ തേടുന്നവർക്കോ നന്മകൾക്കൊന്നും കുറവുണ്ടാവുകയില്ല. മക്കളെ വന്ന് കേൾക്കുവിൻ, ഭയം നിങ്ങളെ ഞാൻ അഭ്യസിപ്പിക്കാം. ജീവിതം ഇഷ്ടപ്പെടുകയും കാക്ഷിക്കുകയും ചെയ്യുന്നുവോ എങ്കിൽ തിന്മയിൽ നിന്ന് നാവിനെയും ഭാഷണത്തിൽ നിന്ന് അധരത്തെയും സൂക്ഷിച്ചു കൊണ്ടുവരും. അകൃത്യത്തിൽ നടന്ന് നന്മ ചെയ്യുവിൻ, സമാധാനം തേടി അതിനെ പിന്തുടരുവിൻ. പിതാവേ, പുത്രൻ, പരിശുദ്ധാത്മാവിൻ സ്തുതി ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ഇസ്ഹാക്കിന്റെ ഭാര്യയെ കണ്ടെത്താൻ വഴിയൊരുക്കിയ കർത്താവേ, വിവാഹ വാഗ്ദാനത്തിനായി ഈ ദാസരെ അനുഗ്രഹിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മുടെ കൂടെ. എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നിറഞ്ഞ് മുടിചൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങൾ അങ്ങേയതിനെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിന്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരനായ എന്നേക്കും ആമേൻ. കർത്താവേ, സ്തുതി ഞങ്ങൾ പാടുന്നു. ഈശോനാഥവിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനും നിത്യമഹോന്നതമാം ഉദ്ധാനം നീ അരുളുന്നു. അക്ഷയമവരുടെ ആത്മാവിൻ ഉത്തമരക്ഷയുമേകുന്നു. എന്റെ കർത്താവേ, നീ സത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നു.
ആത്മാക്കളെ രക്ഷിക്കുന്നവൻ ജീവനത്തെ പരിപാലിക്കുന്നവരാകുന്നു. ഞങ്ങളെ പോകുവാൻ നിനക്ക് ആരാധനയും സമർപ്പിക്കാൻ കടപ്പെട്ടതാകുന്നു. സകലത്തിന്റെയും നാഥായനേക്കും ശബ്ദമുയർത്തി പാടിടുവിൻ, സർവ്വരുമൊന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ പാടിടുവിൻ, പാടിടുവിൻ. പരിപാവനനാം സർവേശ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനേ, കാരുണ്യം നീ ചൊരിയണമേ. പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ദൈവമായ ശ്രമിക്കുന്നവരും ഗ്രഹിക്കുന്നവരും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴിയാകും ശരീരങ്ങൾ ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ കാണുന്നതും നിരന്തരം ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരണത്താൽ ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരനായ നീക്കും. ഹല്ലേലൂയ പാടിയിടുന്നേ, ഹല്ലേലൂയ 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 പാടിയിടുന്നേ, ഹല്ലേലൂയ ഹല്ലേലൂയ. നല്ലൊരാശയം രാജാവിൻ പരിശുദ്ധാത്മാവിനും സ്തുതി ഉയരട്ടെ. ആദി മുതൽക്കേ ഇന്നും നിത്യവുമായി ഭവിച്ചിടട്ടെ. ആമേൻ. ഹല്ലേലൂയ പാടിയിടുന്നേ, ഹല്ലേലൂയ 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 പാടിയിടുന്നേ, ഹല്ലേലൂയ ഹല്ലേലൂയ. നമുക്ക് ശ്രദ്ധാപൂർവ്വം ഇതിനെ പരിശുദ്ധ സുവിശേഷം ശ്രമിക്കാം. പരിശുദ്ധ സുവിശേഷം പിതാവിനെ സ്നേഹിച്ചതുപോലെ ഞാൻ നിങ്ങളെ സ്നേഹിച്ചു. നിങ്ങളുടെ സ്നേഹത്തിൽ നിലനിൽക്കും. എന്റെ പിതാവിന്റെ കൽപ്പനകൾ പാലിച്ച് ഞാൻ അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുന്നത് പോലെ എന്റെ കൽപ്പനകൾ പാലിച്ച നിങ്ങളും എന്റെ സ്നേഹത്തിൽ നിലനിൽക്കും. ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞത് എന്റെ സന്തോഷം നിങ്ങളെ കൂടിക്കൊള്ളുവാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകാനും വേണ്ടിയാണ്. ഇതാകുന്നു എന്റെ കൽപ്പന, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം. ഇന്ന് ഈ വിവാഹ വാഗ്ദാന കർമ്മം നടത്തുന്ന പ്രിയപ്പെട്ട മാമൂസ, ഏറ്റവും പ്രിയപ്പെട്ട ജോഷുവ, ബ്ലസ്സി, ഒത്തിരി സന്തോഷത്തോടെയാണ് നിങ്ങളിതാ ദേവാലയത്തിൽ എത്തിയിരിക്കുകയാണ്. ഇന്നലെ നമ്മൾ കണ്ടിരുന്നു പ്രിയപ്പെട്ട ഷാജി. ഞാൻ ഒത്തിരി ഈശോയ്ക്ക് നന്ദി പറയുകയാണ്. പ്രത്യേകിച്ച് നമ്മുടെ മാമൂസൻ ഇവിടെ നമ്മളോടൊപ്പം ബ്ലസ്സിക്ക് അറിയാം. നമ്മുടെ
പ്രസിഡന്റ് നമ്മുടെ പള്ളിയിൽ വികാരിച്ചനായിരുന്നു. അതിനുശേഷം ബ്ലാക്ക് ബോർഡ് നമ്മുടെ ഇടവക നോക്കി. ഷീജാന്റെയും ഷാർലറ്റങ്ങളുടെയും ബ്ലസ്സിയുടെയും കുടുംബത്തോട് സഹോദര തുല്യമായ നല്ലൊരു ബന്ധം കാത്തുസൂക്ഷിച്ച നമ്മുടെ ബാബുച്ചൻ ഇന്ന് ഈ കർമ്മം നടത്തുമ്പോൾ ഞാനും ഒത്തിരി സന്തോഷിക്കുകയാണ്. കാരണം പ്രിയപ്പെട്ട ഷീജാന്റി പള്ളിയുടെ കൈക്കാരൻ എന്നുള്ള ആ പോസ്റ്റ് ചെയ്യുമ്പോൾ ഞങ്ങൾ എല്ലാവരും അഭിമാനിക്കുന്നു. പ്രത്യേകിച്ച് ബ്ലാക്ക് ബോർഡ് ഇടവകയും സഭയോട് വലിയൊരു ബന്ധം പുലർത്തുന്ന ഒരു കുടുംബമാണ് ഷാർലറ്റങ്ങളുടെ ഷീജാന്റിയുടെ കുടുംബം. ഞാനത് ഈശോയ്ക്ക് നന്ദി പറയുന്നു. ബാബുച്ചനാണ് ഞങ്ങൾ മാതാവ് തന്നെ പറഞ്ഞത്. പ്രിയപ്പെട്ട ജോഷുവ, പ്രിയപ്പെട്ട ബ്ലസ്സി, ഇന്ന് അച്ഛൻ വായിച്ച തിരുവചനം വളരെ പ്രസക്തമാണ്. അച്ഛൻ വായിച്ച തിരുവചനം സ്നേഹം എന്നുള്ള ആ 3 അക്ഷരത്തെ കുറിച്ചാണ്. സ്നേഹം ഈ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 3 അക്ഷരമാണ് സ്നേഹം. യോഹന്നാൻ ശ്ലീഹ തന്റെ സുവിശേഷത്തിൽ കൃത്യമായിട്ട് പറഞ്ഞു വെക്കുന്നു, ദൈവം ആരാണ്? ദൈവം സ്നേഹമാണ്. അതുകൊണ്ട് ദൈവത്തെ മനസ്സിലാക്കുന്ന വ്യക്തികൾ അവർ സ്നേഹത്തിൽ ജീവിക്കുന്നവരാണ്. ഇന്ന് ഈ ലോകത്തിൽ വേണ്ടതും ലോകം അതിന്റെ തുടക്കം മുതൽ അതിന്റെ അവസാനം വരെ സഞ്ചരിക്കുന്നതും ഈ സ്നേഹത്തിലേക്കാണ്. അതുകൊണ്ട് ഇന്ന് ജോഷുവയും ഇന്ന് ബ്ലസ്സിയും ഈ വിവാഹ വാഗ്ദാനം എന്നുള്ള കൂദാശ അനുകരണത്തിലൂടെ നിങ്ങൾ കടന്നു പോകുമ്പോൾ നിങ്ങൾ രണ്ടുപേരുടെയും മനസ്സിൽ സൂക്ഷിക്കേണ്ടത് സ്നേഹത്തിലാണ് നമ്മൾ ചെയ്യുന്നത്. സ്നേഹമാണ് ഇതിന്റെ അടിത്തറ. അതുകൊണ്ട് പ്രിയപ്പെട്ട ജോഷുവയും ബ്ലസ്സിയും ഓർക്കണം, സ്നേഹമാണ് നിങ്ങളെ ഒതുക്കിയത്. എന്താണ് സ്നേഹം? സ്നേഹത്തെ കുറിച്ച് പൗലോസ് ശ്ലീഹ കൃത്യമായിട്ട് നമ്മളെ പറഞ്ഞു പഠിപ്പിക്കുന്നുണ്ട്. സ്നേഹമാണ് ഏറ്റവും ഉത്കൃഷ്ടമായത്. നമ്മൾ സ്നേഹമില്ലെങ്കിൽ നമ്മൾ മുഴങ്ങുന്ന സ്വരമായിട്ട് മാത്രം മാറും. അതൊന്നുമില്ല, കൊള്ളയായിട്ട് മാറും. സ്നേഹമുള്ള വ്യക്തികളാണ് അകക്കാമ്പുള്ളവര്. നമ്മുടെ സമൂഹത്തിൽ പലരും നമ്മൾ കാണാറുണ്ട്. പല കഴിവുകളുള്ളവരുണ്ട്, പല ചൈതന്യങ്ങളുള്ളവരുണ്ട്. പക്ഷേ ശ്ലീഹ നമ്മൾ കൃത്യമായിട്ട് പറയുന്നു, സ്നേഹമാണ് ഏറ്റവും ഉത്കൃഷ്ടം. നമ്മൾ അനുദിന ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ജോഷുവയും ബ്ലസ്സിയും ഓർക്കുക, പരസ്പരം സ്നേഹിക്കാൻ വേണ്ടി ദൈവം ഇന്ന് നിങ്ങളെ വിളിച്ചു ചേർത്തിരിക്കുകയാണ്. അതുകൊണ്ട് പരസ്പരം സ്നേഹിക്കാൻ ഇന്ന് നിങ്ങൾ തീരുമാനമെടുക്കുക. എന്താണ് സ്നേഹം? അത് ആഴത്തിൽ മനസ്സിലാക്കുക എന്നതാണ്. ജോഷുവ ബ്ലസ്സിയെ മനസ്സിലാക്കാൻ ശ്രമിക്കുക, ബ്ലസ്സിയോട് ജോഷുവയെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. Try to understand. So this understanding process is what is actually love. അപ്പൊ സ്നേഹിക്കുക എന്ന് പറയുമ്പോൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ചിലപ്പോൾ നമുക്ക് എല്ലാം ഉൾക്കൊള്ളാൻ പറ്റുന്നവരില്ല. കാരണം people are coming from different backgrounds. നിങ്ങൾ രണ്ടുപേരും 2 കോൺടെസ്റ്റിൽ നിന്നാണ് വരിക. അപ്പൊ അതുകൊണ്ട് നമുക്ക് എല്ലാം ഉൾക്കൊള്ളാൻ പറ്റുന്നവരില്ല. പക്ഷേ try to understand. പരസ്പരം മനസ്സിലാക്കുമ്പോൾ നമുക്ക് കൂടുതൽ സ്നേഹിക്കാനായിട്ട് പറ്റും. ഇതാണ് വിവാഹ വാഗ്ദാനത്തിന്റെ അടിത്തറ. ഈ 2 കാര്യങ്ങളുണ്ട് ഈ വിവാഹ വാഗ്ദാനത്തിൽ നടക്കുക. ഒന്ന്, ജോഷുവയും ബ്ലസ്സിയും ഇന്ന് ഈ കൈതവന പള്ളിയിലെ ഈ അൾത്താരയുടെ മുൻപിൽ വിവാഹ വാഗ്ദാനം നടത്തുകയാണ്. ഷാർലറ്റങ്ങൾ കൈനീരികൾ അയൽവപ്പാണ്. അതിൽ വന്നവർക്ക് കൈനീരികൾ എല്ലാവരെയും വിളിക്കുകയാണ്. ഇപ്പൊ പ്രത്യേകിച്ച് കൈനീരികൾ എല്ലാവരും ഇവിടെ ഉണ്ട്. എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. ഞാൻ ഇന്നലെ പറഞ്ഞു, പ്രത്യേകിച്ച് നമ്മുടെ നാടിനോടും സഭയോടും ചങ്ങനാശ്ശേരി അതിരൂപതയോടുള്ള ഷീജാന്റിയുടെയും ഷാർലറ്റങ്ങളുടെയും ബന്ധം ഈ ഒരു വിവാഹ വാഗ്ദാനത്തെ എല്ലാവരും പിടിച്ചുകൊണ്ട് നമ്മളത് ഊട്ടി ഉറപ്പിക്കുകയായിരുന്നു. നമ്മുടെ നാടും പള്ളിയും സഭയും ഇടവക ദേവാലയങ്ങളും ഒക്കെ നമ്മുടെ ശക്തിയാണ്. അതുകൊണ്ടാണ് ഇന്ന് ഈ ആലപ്പുഴയുടെ മണ്ണിൽ ഈ അമ്മയുടെ ദേവാലയത്തിൽ നിങ്ങൾ ഒരുമിച്ച് വിവാഹ വാഗ്ദാനം നടത്തുന്നത്. ഇവിടെ ഹോട്ടലിലോ അല്ലെങ്കിൽ സീസണിലെ ഏതെങ്കിലും നല്ലൊരു സെന്ററിലോ നടത്താൻ. Why you have chosen this place? എന്തുകൊണ്ടാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത്? കാരണം ഈ ദേവാലയത്തിന്റെ അൾത്താരയിൽ ഈശോയുടെ സാന്നിധ്യം കൂടിക്കൊള്ളുന്ന ഈ അൾത്താരയുടെ മുമ്പിൽ, ദൈവത്തിന്റെ മുമ്പിലാണ് നിങ്ങൾ വിവാഹ വാഗ്ദാനം നടത്തുക. അതുകൊണ്ട് വിവാഹ വാഗ്ദാനത്തിന്റെ ക്വാളിറ്റി, ബ്യൂട്ടി എന്ന് പറയുന്നത്, നന്മ എന്ന് പറയുന്നത് ദൈവത്തിന്റെ മുമ്പിൽ നിങ്ങൾ നടത്തുന്നതാണ്. അതുകൊണ്ട് ജോഷുവയും ബ്ലെസ്സിങ്ങോട് ഓർക്കുക, ദൈവത്തിന്റെ സാന്നിധ്യത്തിലാണ് നിങ്ങളെല്ലാം ചെയ്യുക. പ്രസൻസ് ഓഫ് ഗോഡ്, ഇത് എപ്പോഴും നിങ്ങൾ ഓർക്കുക. നിങ്ങളുടെ കല്യാണം കഴിയുമ്പോഴും ഓരോ ദിവസവും ജീവിക്കുമ്പോഴും രാവിലെ എഴുന്നേൽക്കും മുതൽ വൈകിട്ട് കിടക്കുന്നവരെ ദൈവ സാന്നിധ്യ സ്മരണം നിങ്ങൾക്കുണ്ടാകും. പ്രത്യേകിച്ച് ജോഷുവയുടെ കുടുംബം കുടിയേറിയ നല്ല കൃഷിക്കാരുടെ കുടുംബമാണ്. ഞാൻ അറിയാൻ സാധിച്ചു. പ്രത്യേകിച്ച് നമ്മുടെ കർണാടകയിൽ
അവിടെ ഏറ്റവും മനോഹരമായിട്ട് നമ്മുടെ ആദിമസഭയുടെ ചരിത്രത്തിൽ ജീവിക്കുന്ന നമ്മുടെ ക്രൈസ്തവ കുടുംബമാണ്. തീർച്ചയായിട്ടും ഈ ഒരു ദൈവ സാന്നിധ്യ സ്മരണ പ്രിയപ്പെട്ട ബ്ലെസ്സിങ്ങോടെ ജോഷുവ നിങ്ങൾ വിട്ടുകളയരുത്. ദൈവമാണ് നിങ്ങൾക്ക് അർത്ഥം തരുന്നത്. ബാക്കി ബന്ധുക്കളോ മാതാപിതാക്കളോ നിങ്ങളുടെ കോൺടെസ്റ്റോ ഒന്നുമല്ല. God is giving meaning for you. ദൈവം മാത്രമേ നമുക്ക് അർത്ഥം തരികയുള്ളൂ. അതുകൊണ്ട് ദൈവ സാന്നിധ്യ സ്മരണ വിട്ടുകളയരുത്. ഇതാണ് വിവാഹ വാഗ്ദാനം നിങ്ങൾ നടത്തുമ്പോൾ ഓർക്കേണ്ടത്. രണ്ടാമത്തെ കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇത് നിങ്ങൾ തമ്മിലുള്ള സ്നേഹത്തിന്റെ ഉടമ്പടിയാണ്. ഇത് നിങ്ങൾ തമ്മിലുള്ള സ്നേഹത്തിന്റെ ഉടമ്പടിയാണ്. കാരണം നിങ്ങൾ ഇന്ന് ദൈവത്തിന്റെ നാമത്തിൽ ഉടമ്പടി ചെയ്യുമ്പോൾ നിങ്ങളുടെ സ്വാതന്ത്ര്യത്തെ തിരുസഭ ബഹുമാനിക്കുകയാണ്. നമുക്കറിയാം, ബൈബിളിന്റെ ചരിത്രത്തിൽ പരിശുദ്ധ അമ്മയുടെ അടുത്തേക്ക് മാലാഖ വന്ന് ചോദിക്കുകയാണ്, ദൈവത്തിന് ഗർഭം ധരിക്കാനായിട്ട്, ദൈവത്തെ ഗർഭം ധരിക്കാൻ നീ ഒരുക്കമാണ്. ദൈവത്തിന് ചോദിക്കേണ്ട ഒരു കാര്യമില്ല. ഒരു സ്ത്രീയോട് അങ്ങനെ ചോദിക്കേണ്ട കാര്യമൊന്നും ദൈവത്തിനില്ല. കാരണം ദൈവം സർവശക്തനാണ്. പക്ഷെ ദൈവം മനുഷ്യരുടെ അനുവാദം ചോദിക്കുകയാണ്. കാരണം ദൈവം നമ്മുടെ സ്വാതന്ത്ര്യത്തെ ബഹുമാനിക്കും. അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും ഇന്ന് ഈ വിവാഹവാദം നടത്തുമ്പോൾ തിരുസഭ നിങ്ങളുടെ വ്യാധീശനും വൈദികരും ഈ സഭയിലെ അംഗങ്ങൾ എല്ലാവരും കൂട്ടി ഉറപ്പിക്കുകയാണ്, മനസ്സിൽ അവർ കരുതുകയാണ്, നിങ്ങളുടെ സ്വാതന്ത്ര്യത്തോടെയാണ് ഇത് ചെയ്യുന്നത്. നോട്ട് ഔട്ട് ഓഫ് കമ്പൽഷൻ. ആരുടെയും നിർബന്ധത്താലോ ആരുടെയും പ്രശ്നങ്ങളോ അല്ല നിങ്ങൾ ചെയ്യുന്നതെന്ന് തിരുസഭ ഉറപ്പാക്കുകയാണ്. അതുകൊണ്ട് വിവാഹം കഴിയുന്നത് ഔട്ട് ഓഫ് യുവർ ഫ്രീഡം, നിങ്ങളുടെ പരിപൂർണ്ണ സ്വാതന്ത്ര്യമാണ്. അതുകൊണ്ട് ഇത് വിജയിക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങളുടെയാണ്. അതുകൊണ്ട് പരിശുദ്ധ അമ്മ ദൈവഹിതത്തോട് അതേന്ന് പറഞ്ഞതുപോലെ നിങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിൽ നിന്ന് വിവാഹം കഴിയുകയാണ്. അതുകൊണ്ടാണ് വിവാഹ വാഗ്ദാനം നടത്തുക. തിരുസഭ നിങ്ങളുടെ സ്വാതന്ത്ര്യത്തെ ബഹുമാനിക്കുകയാണ്. അതുകൊണ്ട് ഇന്നത്തെ ദിവസം ദൈവത്തോട് നിങ്ങൾ ചെയ്യുന്ന ഉടമ്പടി, പരസ്പരം നിങ്ങൾ ചെയ്യുന്ന സ്വാതന്ത്ര്യത്തിനുള്ള ഉടമ്പടി, ഈ രണ്ട് കാര്യവും നിങ്ങൾ ഒരിക്കലും മാറ്റരുത്. ഇത് രണ്ട് ചെയ്യുന്നത് സ്നേഹത്തിൽ നിന്നാണ്. നമുക്ക് ഒരു നിമിഷം കാണാം. നല്ല ദൈവമേ, ജോഷുവ ബ്ലെസ്സിങ്ങോടെ സമർപ്പിക്കുന്നു. നീ ഞങ്ങൾക്ക് നൽകിയ കൽപ്പന എന്ന് ദൈവയുടെ അച്ഛൻ വായിച്ചു. നിങ്ങൾ പരസ്പരം സ്നേഹിക്കും. സ്നേഹമാണ് ദൈവം. സ്നേഹിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ എല്ലാവരും വിളിക്കപ്പെട്ടിരിക്കുന്നത്. വിവാഹ ജീവിതം സ്നേഹത്തിന്റെ കൂതാശയാണ്. ഈ പ്രിയപ്പെട്ട മക്കൾ ജോഷുവയും ബ്ലെസ്സിയും സ്നേഹത്തിൽ ഒന്നിക്കാൻ പോവുകയാണ്. ദൈവമേ, ഇന്ന് വിവാഹ വാഗ്ദാനം എന്നുള്ള കൂതാശ അനുകരണം ഇവർ നടത്തുമ്പോൾ ഞങ്ങൾ കേട്ടതുപോലെ രണ്ട് കാര്യം. ദൈവത്തോട് ഇവർ ദൈവത്തിന്റെ മുമ്പിൽ വാഗ്ദാനം നടത്തുകയാണ്. ദൈവ സാന്നിധ്യ സ്മരണയിൽ ഇവരെന്നും ജീവിക്കട്ടെ. എന്നും ഇവർ ദൈവത്തെ ഓർക്കട്ടെ. കുർബാനയെ സ്നേഹിക്കട്ടെ, പള്ളിയെ സ്നേഹിക്കട്ടെ, കൂതാശകളെ സ്നേഹിക്കട്ടെ, സഭയെ സ്നേഹിക്കട്ടെ. രണ്ടാമതായിട്ട് ഇവരുടെ സ്വാതന്ത്ര്യത്തിൽ ഇവരെ തീരുമാനമെടുക്കട്ടെ. ആരുടെയും കമ്പൽഷനല്ല, പരിപൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ ഇവരെ തീരുമാനമെടുക്കട്ടെ. ഇവര് സ്വാതന്ത്ര്യത്തോടെ തീരുമാനത്തെ വിജയിപ്പിക്കട്ടെ. ഈശോ ഈ മക്കളെ അനുഗ്രഹിക്കണമേ. ഇവർ രണ്ടുപേരുടെ മാതാപിതാക്കളെ ഓർത്ത് നന്ദി പറയുന്നു. അവർ സഭയ്ക്ക് ചെയ്ത സേവനങ്ങൾക്ക് നന്ദി പറയുന്നു. പ്രിയപ്പെട്ട മാപ്പോച്ചനോടൊപ്പം പ്രസിഡന്റ് നമ്മുടെ രൂപതയുടെ UK ചെയ്ത എല്ലാ നന്മകളെ ഓർത്ത് നന്ദി പറയുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കാലശേഷയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. പരീക്ഷ നോക്കുവാനാണ്. എന്നാലും ഇവിടെ നടക്കുന്ന ചടങ്ങുകളിൽ ഞങ്ങൾ സ്വപ്രകാശമായിരിക്കണം. ഇവിടെയുള്ള ദീർഘകാല പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അധികാരം സമീപിക്കുമ്പോൾ സ്നേഹത്തോടെ സഹകരിക്കണമെന്ന് ആവശ്യപ്പെടുകയാണ്. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഭക്തിയോടും കൂടെ വിവാഹവാഗ്ദാനത്തിനായി ഒരുങ്ങുന്ന ഈ ദാസരുടെ മേലെ കരുണയുണ്ടാകണമെന്ന് പ്രാർത്ഥിക്കാം. വിവാഹവാഗ്ദാനം ചെയ്യുന്ന ഈ ദാസരെ ആശീർവദിക്കുകയും ഇവർ ചെയ്യുന്ന വാഗ്ദാനം അനുസരിച്ച് വിവാഹിതരാകുവാനുള്ള കൃപ ഇവർ നൽകുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ക്രൈസ്തവ വിശ്വാസത്തിൽ വിശുദ്ധിയിലും അധിഷ്ഠിതമായ വിവാഹ ജീവിതം നയിക്കുവാൻ ഇവരെ സജ്ജരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ക്രിസ്തീയ കുടുംബ ജീവിതത്തിലെ അപകടം മനസ്സിലാക്കി
ഈ വാർത്തയിലേക്ക് പ്രവേശിക്കുവാൻ ഈ ദാസരെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിവാഹനാകും ദാസ രണ്ടുപേരും തമ്മിലും ദൈവവുമായി നടത്തുന്ന ഉടമ്പടിയും മരണം വരെ നിലനിൽക്കുന്ന ബന്ധവുമാണ് ബോധ്യത്തോടെ അത് സ്വീകരിക്കുവാൻ ഈ ദാസരെ ഒരുക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മയും നാം ഓരോരുത്തരെയും പിതാവിനെ പുത്രനെ പരിശുദ്ധാത്മാവിനെ സമർപ്പിക്കാം. ശരിയായ അറിവോടും സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടുകൂടി മാത്രമേ വിവാഹ നിശ്ചയത്തിൽ ഏർപ്പെടാൻ പാടുള്ളൂവെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. നിങ്ങളുടെ ഈ വിവാഹ നിശ്ചയം പരസ്യമായി പ്രഖ്യാപിക്കാനുള്ള അവസരം തിരുസഭ നിങ്ങൾക്ക് നൽകുകയാണ്. മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടികളും അനുസരിച്ച് വിവാഹമെന്ന കൂതാശയിലൂടെ ബ്ലസ്സിയെ നിന്റെ ഭാര്യയായി സ്വീകരിച്ചു കൊള്ളാമെന്ന് നീ വാഗ്ദാനം ചെയ്യുന്നുവോ? ബ്ലസ്സി മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടികളും അനുസരിച്ച് വിവാഹമെന്ന കൂതാശയിലൂടെ ജോഷുവയെ നിന്റെ ഭർത്താവായി സ്വീകരിച്ചു കൊള്ളാമെന്ന് നീ വാഗ്ദാനം ചെയ്യുന്നുവോ? ഈ വിവാഹ വാഗ്ദാനത്തിന് നിങ്ങൾ സാക്ഷികളാണ്. വിവാഹ വാഗ്ദാനം നടത്തിയ നിങ്ങളെ മിശിഹ അനുഗ്രഹിച്ച് ആശീർവദിക്കുകയും ഈ വാഗ്ദാനം നിറവേറ്റുവാൻ നിങ്ങളെ സഹായിക്കുകയും ചെയ്യട്ടെ. സ്വീകരിച്ച കർത്താവായ മിശിഹായെ വിവാഹം വാഗ്ദാനം ചെയ്ത ഈ ദാസനെ അങ്ങയുടെ കാരുണ്യത്തിന്റെ വലങ്കൈ നീട്ടണമേ. ഞങ്ങളുടെ അമ്മയായ പരിശുദ്ധമറിയാമേയും തിരുക്കുടുംബത്തിന്റെ നാഥനായ മാറിയോസേഫിന്റെയും ഞങ്ങളുടെ പിതാവായ മാർത്തോമാസ്ലീഹായുടെയും പ്രാർത്ഥന ഇവരുടെ വാഗ്ദാനത്തെ സഫലമാക്കട്ടെ. സകല വിശുദ്ധരെയും വിശിഷ്യ ഞങ്ങളുടെ സഭയിലെ വിശുദ്ധരെയും ആഴ്ത്തപ്പെട്ടവരുടെയും മാധ്യസ്ഥ്യം ഇവരുടെ സംരക്ഷണവും സഹായവുമായിരിക്കട്ടെ. സകലത്തിലെയും നാഥായും ദൈവത്തിന്റെ പരിപാലനയിൽ നിങ്ങൾ ചെയ്ത വാഗ്ദാനത്തെ ശക്തിപ്പെടുത്തുകയും സ്നേഹത്തിന് കൽപ്പനയാൽ സുസ്ഥിരമാക്കുകയും കരുണയാൽ പൂർത്തിയാക്കുകയും ചെയ്യട്ടെ. അബ്രാഹത്തെയും സാറായെയും ഇസഹാക്കിനെയും റെബേക്കയെയും യാക്കോബിനെയും റാഹേലിനെയും സംയോജിപ്പിച്ച ദൈവം നിങ്ങളുടെ വാഗ്ദാനത്തെ വിശ്വാസത്തിലും സത്യത്തിലും സ്നേഹത്തിലും മനസ്സിന്റെ ഐക്യത്തിലും മുദ്രിതമാക്കട്ടെ. തീഷ്ണമായ പ്രാർത്ഥനയോടെ ആത്മീയമായ ഒരുക്കത്തോടെ വിവാഹമെന്ന കൂദാശയ്ക്കായി അറിയുവാൻ ദൈവം നിങ്ങളെ ശക്തിപ്പെടുത്തട്ടെ. നിങ്ങളെയും നിങ്ങളുടെ സ്നേഹത്തിൽ വളർത്തിയ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും ഈ തിരുക്കർമ്മത്തിൽ പങ്കെടുത്ത എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. എപ്പോഴും എന്നേക്കും. Let the king of my heart be the mountain where I run, the fountain I drink from. Oh, he is my song. Let the king of my heart be the shadow where I hide, the ransom for my life. Oh, he is my song. You are good. You are
and friends, today is a celebration of love, togetherness, and new beginnings. We are gathered here to celebrate the engagement of Blessing and Joshua, two hearts choosing to walk forward together, creating the future filled with love and shared dreams. Every love story has its own rhythm, and today we celebrate the one that's filled with joy, bond, and promise. ഇന്നത്തെ ഈ ഫംഗ്ഷനിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവരെയും ഒരിക്കൽ കൂടി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് പരസ്പരം വിവാഹ വാഗ്ദാനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഇവർക്ക് ആശംസകൾ അറിയിക്കുവാനും അവരുടെ സന്തോഷത്തിൽ പങ്കുചേരുവാനുമാണ് നമ്മൾ ഓരോരുത്തരും എത്തിച്ചേർന്നിരിക്കുന്നത്. അവരുടെ ജീവിതം ഇന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ എല്ലാവിധ ഈശ്വര അനുഗ്രഹങ്ങളും അവർക്ക് ഉണ്ടാവട്ടെ എന്ന് ആദ്യമായി ആശംസിക്കുന്നു. നിങ്ങളോടൊപ്പം To begin this beautiful day, I invite the couple along with their family members for that candle lighting ceremony.
ചിരിമലരുകളെ വിരിഞ്ഞു ചൊടികളിലഴകായി നിറഞ്ഞു മധുകണമതിലായി മനം പോലെ ചിരിമലരുകളെ വിരിഞ്ഞു ചൊടികളിലഴകായി നിറഞ്ഞു മധുകണമതിലായി മനം പോലെ പുതുപുലരൊളി പൂക്കുകയായി വിഴികളിൽ നിറം തൂകിടുവാൻ മഴവിൽ മുകിലോടം വരവായി അരുമൊഴികളിൽ തേൻമഴയായി ചിറകുകളിനി നീർത്തുയരെ കനവേ തളരാതെ അലയാ ചിരിമലരുകളെ വിരിഞ്ഞു ചുടികളിലഴകായി നിറഞ്ഞു മധുകണമതിലായി മനം പോലെ ഊഞ്ഞാലിൻ കളിമേളങ്ങളോടെ പോരുന്നേ പൊന്നോണവും പൂനുള്ളാൻ ഒലി പാടുന്നു കൂടെ ചേലോലും പൂത്തുമ്പികൾ ഒരു വെൺതൂവൽ തേനിലായി വഴി തേടും നേരം വരവേൽക്കാനായി കാലമേ ഒരുങ്ങുക നീ ചിരിമലരുകളെ വിരിഞ്ഞു ചുടികളിലഴകായി നിറഞ്ഞു മധുകണമതിലായി മനം പോലെ പുതുപുലരൊളി പൂക്കുകയായി വിഴികളിൽ നിറം തൂകിടുവാൻ മഴവിൽ മുകിലോടം വരവായി അരുമൊഴികളിൽ തേൻമഴയായി ചിറകുകളിനി നീർത്തുയരെ കനവേ തളരാതെ അലയാ നിനക്ക് വേണ്ടി വാക്കുകൊണ്ട് കൊള്ളുന്നു തന്നിട്ട്
waiting for me. We were just kids when we fell in love, not knowing what it was. I would not give you up this time, but darling, just kiss me slowly. Your heart is all I know, and in your eyes, you're dancing in the time, do you see barefoot on the grass, listening to our faces. When you said you looked a mess, I whispered underneath my breath. My dreams, I hope that something I should have known. Very wrong and chase my secrets. Never let go to all I know. We are still here for the same love as we get apart. I listening to our friends. When I saw you in that dress, looking so beautiful, so tonight. Baby, I'm dancing in the dark with you between my arms. There's a lot of clouds, listening to our favorite song. I have faith in what I see. Now I know I am here in person, and she looks Super. നല്ലൊരു കൈ കൊടുക്കൂ പ്ലീസ്. Didn't see a warning, hits me in the morning, puts me in the moment, the moment. Didn't find a reason, hits me in the evening, hurts me when I breathe in, I breathe in. Feel the way that I do about you, don't want anything new, what I knew. Hits me in the morning, puts me in the moment. Just look at me now, the sun's setting gold. Look at me now, I'm free, so look at me now, the sun's setting gold. Look at me now, I'm free, so look at me now.
lost me in the moment, the moment. Didn't find a reason. I feel love when I look into your eyes. I believe if you move out from my side, I'll be losing grip on you, grip on you. देखो करीब से मिले हैं नसीब से, आएगा पल ये फिर कहाँ। आज अचानक तुमसे मिले हम, ये तो नहीं है बेवजह। पूछो जरा इस दिल से, हम हैं मिले मुश्किल से, कल फिर ना हो हम जो यहाँ। गजब का है दिन, सोचो जरा ये दीवानापन, देखो जरा। तुम हो अकेले, हम भी अकेले, मजा आ रहा है कसम से, कसम से। I feel love when I look into your eyes. I believe if you move out from my side, I'll be losing grip on you. अल्फाज क्या कहूँ मैं, बेचैन सी रहूँ मैं, तू बिन कहे ये हाल जान ले। मौसम मोहब्बतों के, लम्हे ये चाहतों के, अपने